ശബരിമല വിഷയം പ്രചാരണായുധമാക്കാനുള്ള ബിജെപി നീക്കത്തിനെതിരെ എൽഡിഎഫും യുഡിഎഫും രംഗത്ത്. പ്രധാനമന്ത്രി നടത്തിയ പരാമർശം രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ശബരിമലയുടെ പേരിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാനാണ് ശ്രമിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തലയും പ്രതികരിച്ചു. वहां कम्युनिस्टों की सरकार है, ये गठबंधन का हिस्सा है, ये महामिलावटी लोग हैं। वहां पर स्थिति ऐसी पैदा की गई है कि सार्वजनिक तौर पर से कोई भी नागरिक भगवान अयप्पा का नाम तक नहीं ले सकता. കേരളത്തിൽ അയ്യപ്പന്റെ പേര് പറയാൻ കഴിയാത്ത സാഹചര്യമാണെന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മംഗലാപുരത്തെ പ്രസംഗത്തോട് കടുത്ത ഭാഷയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. അയ്യപ്പന്റെ പേരിൽ പ്രധാനമന്ത്രി രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുന്നു. പച്ചക്കള്ളമാണ് നരേന്ദ്രമോദി പറയുന്നത്. ഇങ്ങനൊരു പച്ചക്കള്ളം ഒരു പ്രധാനമന്ത്രി പറയാമോ? അയ്യപ്പന്റെ പേരിൽ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ പ്രധാനമന്ത്രിക്ക് അവകാശമുണ്ടോ? തെരഞ്ഞെടുപ്പ് ചട്ടം എല്ലാവർക്കും ബാധകമാണ്, അത് പ്രധാനമന്ത്രിക്കും ബാധകമാണ്. പ്രധാനമന്ത്രി വർഗീയ ധ്രുവീകരണത്തിന് ശ്രമിക്കുകയാണെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ കുറ്റപ്പെടുത്തി. ഇലക്ഷൻ കമ്മീഷനെ നിഷ്ക്രിയമാക്കാനാണ് പ്രധാനമന്ത്രി തന്നെ നേരിട്ട് ഇടപെട്ടിരിക്കുന്നത്. കേരളത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് RSSകാർ ഇപ്പോൾ പ്രചാരണം ചെയ്യുന്നത്. ശബരിമല വിഷയത്തിൽ ബിജെപി തെരഞ്ഞെടുപ്പിന് മുൻപായി ഇരട്ടത്താപ്പ് കാണിക്കുന്നുവെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ഭക്തർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്ത മോഡി ഇപ്പോൾ അവർക്ക് വേണ്ടി കരഞ്ഞിട്ട് കാര്യമില്ല. അന്ന് നിയമനിർമ്മാണം നടത്താതെ ഒളിച്ചോടിയ നരേന്ദ്രമോദി ഇപ്പോൾ ഭക്തരെ സംരക്ഷിക്കുമെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാൻ പോകുന്നില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് മീഡിയ 1.